കൂട്ടുകാരെ, ഒരിക്കൽ കൂടി കെൻസ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ട്രിവാൻഡ്രം കിഴക്കേക്കോട്ടയാണ്. ഇവിടെ അതിപ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, എല്ലാവർക്കും അറിയാം. പത്മനാഭൻ്റെ മണ്ണിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതിൻ്റെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ഏറെ നിഗൂഢതകൾ ഉള്ള അറകളുടെ പേരിലാണ് പത്മനാഭപുരം ക്ഷേത്രം പ്രശസ്തമായിരിക്കുന്നത്. ക്ഷേത്രത്തിലെ അമൂല്യ സമ്പത്തുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന 6 അറകളിലാണ്. ഇവയിൽ 6ാമത്തെ അറ ഒരു രഹസ്യ അറയാണ്. മനുഷ്യർക്ക് ആർക്കും ഈ അറ തുറക്കാൻ കഴിയില്ലെന്നാണ് വിശ്വാസം. ശ്രീ പത്മനാഭന്റെ സ്വന്തം അറയാണ് 6ാമത്തെ അറ. അതിനാലാണ് ഈ അറ മനുഷ്യർ തുറക്കാൻ പാടില്ലെന്ന് പറയുന്നത്. വിഷ്ണുവിന്റെ ശ്രീചക്രം പോലെയുള്ള അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് 6ാമത്തെ അറയിൽ ആണെന്നാണ് പറയപ്പെടുന്നത്. 6ാമത്തെ അറയിൽ ഒന്നിലധികം ചെറിയ അറകളുണ്ട്. ഇവയിൽ ആദ്യത്തെ അറ 1931 തുറന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ തന്നെ മറ്റൊരു അറയുണ്ട്. ആ അറയിലാണ് ദൈവചൈതന്യം നിലനിൽക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറ തുറക്കുന്നത് സംബന്ധിച്ച് വിവാദം തുടരുകയാണ്. ഈ അറയിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ ചൈതന്യം വർദ്ധിക്കാനായി സ്ഥാപിച്ചിട്ടുള്ള അനവധി വസ്തുക്കളുണ്ട്. കൂടാതെ ദേവന്മാർ, ഋഷിമാർ, കാഞ്ഞിരോട്ട് യക്ഷിയമ്മ എന്നിവർ അദർശ്യരായി സ്വാമിയെ സേവിച്ചു ഈ അറയ്ക്കുള്ളിൽ വസിക്കുന്നുണ്ട്. 2011 ഓഗസ്റ്റിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയപ്പോൾ 6ാമത്തെ അറ തുറന്നാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് തെളിഞ്ഞിരുന്നു. 1908 6ാമത്തെ അറ ചിലർ തുറക്കാൻ ശ്രമിച്ചതായും എന്നാൽ അറയിൽ മഹാസർപ്പങ്ങളെ കണ്ട ആളുകൾ ഭയന്നോടിയതായും എമിലി ഗിൽക്രിസ്റ്റ് ഹാച്ച് എന്ന ഒരു വിദേശ സഞ്ചാരി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2011 ജൂൺ മാസത്തിൽ ഈ നിലവറയുടെ 2ാമത്തെ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ജസ്റ്റിസ് CS രാജന്റെ കാൽ മുറിഞ്ഞു. നിലവറയിൽ രക്തം വാർന്നതിനെ തുടർന്ന് ആ ഉദ്യമം ഉപേക്ഷിക്കുകയായിരുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി. അനന്തൻ എന്ന പാമ്പിന്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കന്യാകുമാരിക്കടുത്തുള്ള തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രവുമായി അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ബന്ധമുള്ളതായി പറയപ്പെടുന്നു. അനന്തശയന രൂപത്തിലാണ് 2 ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠകൾ. കേരളത്തിൽ കാണുന്ന ക്ഷേത്രങ്ങൾ പോലെയാണ് തിരുവട്ടാർ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. 2 ക്ഷേത്രങ്ങളിലും അമൂല്യ സമ്പത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിൽ പിന്നെ ശ്രീ പത്മനാഭദാസൻ എന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെടുന്നത്. വിഷ്ണു ഭക്തനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിന്റെ രേഖയാണ് തൃപ്പടിദാനം. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ആഴ്വാർ സന്യാസിമാർ എഴുതിയ ദിവ്യപ്രബന്ധത്തിൽ പരാമർശമുണ്ട്. വിഷ്ണുവിനെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളാണ് ദിവ്യപ്രബന്ധം. ആദിശേഷൻ, അനന്തൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന 5 തലയുള്ള സർപ്പത്തിന്റെ മുകളിൽ കിടക്കുന്ന മഹാവിഷ്ണു ഇടത് കൈ തൊടുന്നത് ഒരു ശിവലിംഗത്തിലാണ്. ബ്രഹ്മാവും ദേവിമാരും വിഷ്ണുവിന്റെ ഇരുവശങ്ങളിലുമായി ശ്രീദേവിയെയും ഭൂദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വിഷ്ണുവിന്റെ പൊക്കിൾക്കൊടിയിലെ താമരയിൽ ബ്രഹ്മാവിനെയും കാണാം. 12,000 സാളഗ്രാമം എന്നറിയപ്പെടുന്ന ശില കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. നേപ്പാളിലുള്ള ഗണ്ഡകി നദിയുടെ തീരങ്ങളിൽ കണ്ടുവരുന്ന വിശേഷാകൃതിയിലുള്ള കല്ലുകളാണ് സാളഗ്രാമങ്ങൾ. ഇവ വിഷ്ണു ഭഗവാന്റെ പല രൂപങ്ങളെയും പ്രതിനിധീകരിക്കുന്നതായി കരുതപ്പെടുന്നു. ശ്രീകോവിലിനു മുമ്പിലുള്ള ഒറ്റക്കൽ മണ്ഡപം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കൂറ്റൻ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. 20 അടി നീളവും 2.5 അടി വീതിയും വരും ഈ മണ്ഡപത്തിന്. ഇതാണ് ഈ ക്ഷേത്രത്തിലെ
പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന്. ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിനും പ്രത്യേകതകളുണ്ട്. തഞ്ചാവൂർ ശൈലിയിലാണ് ഈ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 100 അടി ഉയരത്തിൽ കൃഷ്ണശില ഉപയോഗിച്ചാണ് ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. 7 തട്ടുകളും 7 സ്വരം താഴിക കുടങ്ങളും 7 കിളിവാതിലുകളും കിഴക്കേ ഗോപുരത്തിനുണ്ട്. മറ്റു ഗോപുരങ്ങൾ സാധാരണ കാണുന്ന കേരളീയ ശൈലിയിൽ 2 നിലകളോട് കൂടി നിർമ്മിച്ചിരിക്കുന്നു.